പേരാണ് ബൻകട്ടി. അപ്പോൾ ഇത് ഒരു മസാലക്കറിയും കൂട്ടി കഴിക്കാം. ഉച്ചക്ക് ഭക്ഷണം കിട്ടിയില്ല. നമ്മൾ പോയ പ്രദേശത്തെ ഹോട്ടലല്ലായിരുന്നു. ഹായ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിൽ എഴുതിയത് മാത്രം ശരിയായില്ല. ഒരു മലയാളികളും ഇല്ലായിരുന്നു വൃത്തിയിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. ശ്രീ ദുർഗ പരമേശ്വരി എന്തോ വായിക്കുക, ദേവല്യ അങ്ങനെ എന്തോ ആണ്, തെറ്റിപ്പോയി. എന്തോ ദുർഗ പരമേശ്വരി ടെമ്പിളിനാണ് വേണ്ടത്. പക്ഷെ അവർ ആരായത് എഴുതി കൊടുത്തെന്ന് അറിഞ്ഞുകൂടാ. ശരിയായില്ല. നാട്ടിലെ കഥകളി പോലെ ഇവിടെ യക്ഷഗാനം എന്ന് പറയും. അത് അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ ആ പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ നമുക്കൊരു 7:30 തുടങ്ങും, രാത്രി 1 മണി വരെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമ്മൾക്ക് ചിത്രീകരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിലിക്കുള പാർക്കാണല്ലോ കണ്ടത്. അപ്പോൾ അവിടുന്ന് വരാൻ തന്നെ വൈകി. പിന്നെ വരുന്ന വഴിയിൽ, യാത്രയുടെ വഴിയിൽ ഇവിടെ പ്രോഗ്രാം നടക്കുന്നത് ഒരു പരിപാടി കണ്ടു. അപ്പോൾ നമ്മുടെ കഥകളി മോഡൽ ഞാൻ പറഞ്ഞല്ലോ, അത് യക്ഷഗാനം എന്നാണ് പറയുക. നമ്മുടെ മലയാളത്തിൽ കഥകളി എന്ന് പറയും. ഇവിടെ അതേ മോഡൽ യക്ഷഗാന പരിപാടിയാണ്. അവർ ഏതെങ്കിലും ഒരു ചരിത്ര സംഭവമോ അല്ലെങ്കിൽ പുരാണ കഥകളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ ഇവിടെ കയറുമ്പോഴേക്കും ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 6:30-7 മണിയുടെ അടുത്താണ് ഈ പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ തങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ക്ഷേത്രത്തിൻ്റെ റൂമുകൾ കൊടുക്കുന്നുണ്ട്. ചെറിയ റേറ്റിൽ നമുക്ക് റൂം അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓഫീസുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പുറത്ത് വിശാലമായ റൂം സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് അവിടെ ഇന്ന് രാത്രി ഇവിടെ തങ്ങേണ്ട ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ വാടകയുള്ളൂ, 400 രൂപയേ ഉള്ളൂ. 2 പേർക്ക് താമസിക്കാനുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് തങ്ങാമെന്ന് വെച്ചു. അപ്പോൾ രാത്രിയത്തെ ഇവിടുത്തെ പ്രോഗ്രാമും കാണാം. ഇത് ക്ഷേത്ര ആവശ്യങ്ങൾക്കായിട്ടുള്ള പാല് കറക്കാനുള്ള പശുവാണ്. അതിൻ്റെ കൊച്ചാണ് അവിടെ കിടക്കുന്നത്. അത് റെസ്റ്റ് എടുക്കുകയാണ്. വലിയൊരു ഫാൻ ഇവിടെ കറങ്ങുന്നുണ്ട്. ഏകദേശം 1.5 മീറ്റർ അതിൻ്റെ ലീഫുണ്ട്. ഒരു 5-6 മീറ്റർ ദൂരത്തേക്ക് അതിൻ്റെ കാറ്റടിച്ചിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നു. എത്ര വലിയ ലീഫാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇങ്ങനെ ഒരു ഫാൻ. ക്ഷേത്രത്തിനകത്തുകൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അകത്തൂടെ അങ്ങനെ വന്ന് മനോഹരമായിട്ട് നല്ല തെളിഞ്ഞ വെള്ളം, വെണ്ണക്കല്ല് പോലെ കല്ലുകൾ കടയിലൂടെ ഒഴുകി അങ്ങനെ താഴോട്ട് പോകണം. ഇത് രസമല്ലേ? കുളിക്കുന്നവർക്ക് ഇവിടുന്ന് കുളിക്കാൻ സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുളിക്കാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. മഴക്കാലത്തൊക്കെ നിറയെ വെള്ളമായിരിക്കും, അപ്പോൾ കുറവാണ്. നല്ല വെള്ളം ഒഴുകുന്ന സൗണ്ടും കേട്ടു. എന്ത് മനോഹരമായിട്ട് ഇതാണ്ടോ. ഈ നദി 2 സൈഡിലൂടെ ഒഴുകുന്നു. ഒന്ന് ക്ഷേത്രത്തിൻ്റെ ആ സൈഡിലൂടെ, ഒന്ന് മെല്ലെ വന്ന് ക്ഷേത്രത്തിനകത്തൂടെ ഒഴുകിയിട്ട് ഇത് ഇങ്ങോട്ട് പോകും. റൂം കിട്ടിയിട്ടുണ്ട്. 42 നമ്പറാണ് റൂം നമ്പർ 42.
4ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റെപ്പ് കയറി റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് കാണുന്ന കാഴ്ചയാണിത്. ഗ്രൗണ്ടിൽ ചെറിയ സ്റ്റേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചെയറൊക്കെ നിരത്തിയിട്ടുണ്ട്, വാഹനങ്ങളൊക്കെ വന്നും പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഫ്രഷായിട്ട് താഴോട്ട് പ്രോഗ്രാമിലേക്ക് പോകാം. ഇത് സ്റ്റേറ്റ് ഹൈവേ 67 ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഒരു 19 കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ദൂരം. കർക്കള റൂട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് നമ്മൾ പാർക്കിങ്ങിൽ വണ്ടിയിൽ തന്നെ ഉറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തത്. പുറത്ത് പബ്ലിക് ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും പിന്നെ ചെറിയൊരു റേറ്റിൽ റൂം കിട്ടുവാണെങ്കിൽ റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റേജിൻ്റെ മുന്നിലോട്ട് പോകാം. നമ്മൾ പരിപാടി കാണാൻ ഇരിക്കുവാണേ. കഥകളിയുടെ അത്ര ടഫല്ല. കാരണം ഈ പാട്ട് കന്നഡ അറിയുന്നവർക്ക് ഇത് അറിയാം. കഥകളി എന്ന് പറഞ്ഞാൽ കൈകൊണ്ടുള്ള ചില പിന്നെ മുഖത്തുള്ള ഭാവങ്ങളും വിരൽ കൊണ്ടുള്ള മുദ്രകളൊക്കെ ആണല്ലോ. അതിപ്പോൾ നമുക്കത് പഠിക്കാതെ എന്താ കഥ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പാട്ടിലൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കന്നഡ കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ശിവനും പാർവതിയും തമ്മിലുള്ള കല്യാണവും കാര്യങ്ങളാണ്. അപ്പോൾ യക്ഷം എൻ്റെ യാഗം നടത്തുന്നതിൽ ഇദ്ദേഹത്തെ ശിവനെ വിളിക്കാത്തതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ യക്ഷനെ വധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ശിവപാർവതിയുടെ കഥയാണ് ഇവർ പറഞ്ഞു വരുന്നത്. ധാരാളം ആൾക്കാർ പരിപാടി കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നത് എന്നുവെച്ചാൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് പാർവതിയാണ്. അപ്പോൾ അങ്ങനെയാണ് കഥകൾ പോകുന്നത്.
ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമ്മുടെ കർണാടക ടൂറിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മംഗലാപുരത്തുനിന്ന് ഒരു 35 കിലോമീറ്റർ ദൂരമുള്ള കട്ടിയിൽ എന്നൊരു സ്ഥലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ദുർഗാ പരമേശ്വരി ക്ഷേത്രം. അപ്പോൾ അവിടെ അക്കോമഡേഷനൊക്കെ ഉണ്ടായിരുന്നു. 2 പേരും കൂടി അവിടെ റൂമിന് 400 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തങ്ങി, സുഖമായിരുന്നു. കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചു. രാവിലെ അടുത്ത സ്റ്റേഷൻ നോക്കി നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. രാവിലെ ഒരു ചായ കുടിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് വഴിയിൽ വെച്ച് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അപ്പോൾ വഴിയിലൊക്കെ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇതിപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 24 കിലോമീറ്ററിൽ ഏതൊരു പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ എന്താ സംഭവം നോക്കിയിട്ട് കണ്ടിട്ട് പോകാം.